മരണത്തിനായി വിധിച്ചു കരയേറ്റ ദൈവത്തിൻ കുഞ്ഞാടിനെ അപരാധിയായി വിധിച്ചു കൽമഷം കലരാത്ത കർത്താവിനെ അറിയാത്ത കുറ്റങ്ങൾ നിരയായി ചുമത്തി പരിശുദ്ധനായ നിന്നിൽ കൈവല്യദാതാവിൻ കാരുണ്യം കൈക്കൊണ്ടു കഥനത്തിലാഴ്ത്തി നിന്നെ അവസാന വിധിയിൽ നീ അലിവാർന്നു ഞങ്ങൾക്ക് അരുളേണമേ നാഗഭാഗ്യം. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിന്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പീലാത്തോസിന് മുമ്പിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരേണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്നെല്ലാം നിശബ്ദനായി സ്നേഹിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് കുറ്റമറ്റവനായിരുന്നിട്ടും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടുവല്ലോ. ഞങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുമ്പോഴും നിർദ്ദയമായി വിമർശിക്കുമ്പോഴും കുറ്റക്കാരായി വിധിക്കുമ്പോഴും അതെല്ലാം അങ്ങയെപ്പോലെ സമചിത്തരായി സഹിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവരുടെ ഉദ്ദേശത്തെപ്പറ്റി ചിന്തിക്കാതെ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അല്പസമയം മരണത്തിനായി വിധിക്കപ്പെട്ട ഈശോയെ നമുക്ക് ധ്യാനിക്കാം. പാവനമായ ജീവിതം നയിച്ചിട്ടും സ്നേഹം മാത്രം പ്രസരിപ്പിച്ചിട്ടും ലോകരക്ഷകനായ ഈശോ ഒരു കുറ്റവാളിയെ പോലെ പീലാത്തോസിന്റെ മുൻപിൽ നിൽക്കുന്നു. അവിടുന്ന് നിശബ്ദനായി ആ മരണവിധി ഏറ്റുവാങ്ങുന്നു. പീലാത്തോസ് തന്റെ അധികാരം നിലനിർത്താൻ നീതിയെ ബലി കഴിപ്പിച്ചപ്പോൾ ഈശോ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ തന്നെ സമർപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം മറ്റുള്ളവരെ തെറ്റായി വിധിക്കാറില്ലേ? അല്ലെങ്കിൽ അർഹിക്കാത്ത കുറ്റപ്പെടുത്തലുകൾ കേൾക്കുമ്പോൾ നാം എങ്ങനെ പ്രതികരിക്കുന്നു? ഈശോയുടെ നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നത് ലോകത്തിന്റെ വിധികൾക്കപ്പുറം ദൈവത്തിന്റെ പദ്ധതിയിൽ വിശ്വസിക്കാനാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ഈശോയെ, അങ്ങേ മരണത്തിന് വിധിച്ച പീലാത്തോസിനെ പോലെ ഞാനും പലപ്പോഴും സഹോദരങ്ങളെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും വിധിച്ചിട്ടുണ്ട്. ആ തെറ്റുകൾ പൊറുക്കണമേ. ലോകം ഞങ്ങളെ കുറ്റപ്പെടുത്തുമ്പോഴും തെറ്റിദ്ധരിക്കുമ്പോഴും അങ്ങയെപ്പോലെ ശാന്തതയോടെ അവ നേരിടാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ദൈവത്തിനു മുന്നിൽ ഞങ്ങളുടെ ഹിതമല്ല അങ്ങയുടെ തിരുഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.